ഇതുണ്ട് നമുക്ക് ഇന്ന് കിട്ടിയ ബ്രാല്. ഇതിനെ കറി വയ്ക്കാൻ നമ്മൾ പോണത്. കണ്ട അതിൻ്റെ വലിപ്പം കണ്ട, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഇവിടെ ഇവിടെ അതിൻ്റെ വലിപ്പം കണ്ട, കാരണം അതിൻ്റെ വലിപ്പം നമ്മളതിനെ കറി വയ്ക്കാം. പൂച്ച വന്നൊക്കെ നോക്കിയ നമ്മുടെ ആ ബ്രാല് തൊലി പൊളിച്ച് വന്നപ്പോണ്ടെന്ന് പിടിച്ചമ്മ ഇത്രയ്ക്ക് ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ തല കണ്ട അത്രയുണ്ട്. നമ്മുടെ ഒരു പൂച്ച വന്നിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ ഇന്ന് ഒരു വലിയ വരാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ അമ്മ. അപ്പൊ ഇന്ന് നമുക്കൊരു വലിയ വരാല് കിട്ടിയിട്ടുണ്ട്. അതിനെ കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത് കണ്ട നല്ല ചട്ടിയിൽ കണ്ട, നല്ല മൺചട്ടിയിൽ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കറി വയ്ക്കാൻ ആവശ്യമായുള്ള സാധനങ്ങൾ കണ്ട, കുറച്ച് ഉള്ളി ചതച്ചത്, ഒരു പുളി, കുടംപുളി, ഒരു 4 പച്ചമുളക്, ഒരു 50 ഗ്രാം ഇഞ്ചി, ഇതൊക്കെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി 2 സ്പൂണ്, മുളക് പൊടി 3 അപ്പോൾ 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ. അതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. വേണ്ട, ഒരു വലിയ സ്പൂണ് മഞ്ഞൾപ്പൊടി. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കണ്ടാ വെള്ളം ചേർത്ത് ഒന്ന് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തീ ഒന്ന് പിടിക്കട്ടെ. അടുപ്പൊന്ന് ചൂടായിട്ട് വേണം തീ ഒന്ന് പിടിച്ച് വരാനായിട്ട്. നന്നായി ഇത് തിളച്ച് വരാനായിട്ട് മുന്നായിട്ട് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ടത് അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണം നമുക്ക് ഒരു മീനൊക്കെ ഇടാനായിട്ട്. അങ്ങനെ നമ്മുടെ കറി തിളച്ച് വന്നിട്ട് കേട്ടോ. കണ്ടില്ലേ, അതിലേക്ക് നമ്മൾ മീനുകൾ ഇടാൻ പോട്ടെ. മീനെ കണ്ട നല്ല വലിപ്പമുള്ള പീസുകളായിട്ട് നമ്മൾ മുറിച്ചിട്ട് കണ്ട മീനെല്ലാം അങ്ങനെ എടുത്തിടാൻ പോകണം. ചിക്കല്ലേ കറി വയ്ക്കാലമ്മേ. നമ്മളിപ്പോൾ തിളച്ചു വന്ന കറിയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് തന്നിട്ടാ. നമുക്ക് കുറച്ച് ഇടയ്ക്കൊന്ന് അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും നല്ല എല്ലാ ഭാഗവും കറക്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വരുള്ളൂ കേട്ടോ. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇളക്കി കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. നല്ല മീൻ കറിയില്ലേ. അപ്പോൾ അമ്മ അതേ കണ്ട ഇതുപോലെ അങ്ങനെ ചുറ്റിച്ച് വെക്കണം. ഈ പരിപാടി എന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റില്ല. നല്ല കലാവാസനയുള്ളവർക്ക് പറ്റുള്ളൂ. അമ്മയ്ക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ചെയ്തിട്ട്. നമുക്ക് ചൂടൊക്കെ തട്ടി കഴിഞ്ഞാൽ വിവരം അറിയും. ഇല്ല, ആഹാ എന്താ നോക്ക്,
ഇവിടെ കുറുകി വരുമ്പോൾ പിന്നെ പറയണ്ട. മീൻ കറി നന്നായി കുറുകി വന്നിട്ട് അപ്പോൾ അങ്ങനെ നോക്കണം. ഉപ്പും പുളിയൊക്കെ പിടിച്ചോ നല്ല കറക്റ്റ് അറിയണ്ടേ. അപ്പോൾ നമ്മുടെ കറിയിൽ ഉപ്പും മുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, പുളിയൊക്കെ കറക്റ്റ് പാകത്തിനാണ്. അപ്പോൾ കണ്ട നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോസായിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ കൂട്ടുകാരെ, ബായ്.